ഒരു വശത്ത് അമ്മായിമ്മ മരുമകളെ സ്നേഹിക്കുന്നെന്ന സത്യം എല്ലാവരും അറിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നയനയാണ് കരള് നൽകി സഹായിച്ചതെന്നും എല്ലാവരും അറിയുന്നു. ഇതോടുകൂടി ദേവിയാനിയുടെയും നയനയുടെയും ഒളിച്ചുകളിയൊക്കെ അവസാനിച്ചിരിക്കുകയാണ്. എന്നാൽ ഇത് കേട്ട് ആകെപ്പാടെ കലിപൂണ്ട് നിൽക്കാണ് മൂവർ സംഘവും. ജലജയും ജാനകിയും അനാമികയും എങ്ങനെയെങ്കിലും നയനനെയും നവ്യനെയും ഇവിടുന്ന് അടിച്ചു പുറത്താക്കണമെന്നാണ് ഈ മൂവരുടെയും സംസാരം. ഇതേ സമയത്ത് തന്നെ എന്തെങ്കിലും അവസരം കിട്ടാൻ നോക്കിയെന്ന അഭിയാണെങ്കിലോ പോയിട്ട് നവ്യയോട് നല്ല രീതിക്ക് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നോട് കാര്യങ്ങളെല്ലാം മറച്ചു വെച്ചു, നിന്നോട് ഞാൻ ഒരു കാര്യം മറച്ചു വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു നമ്മുടെ അഭിയുടെ ദേഷ്യപ്പെടല്. ഒന്നും അറിയാത്ത പോലെ ഒന്നും സംഭവിക്കാത്ത പോലെ പെരുങ്കള്ളനായ അഭി നവ്യനെ പറഞ്ഞു പറ്റിക്കുകയായിരുന്നു. നവ്യോട് പോയിട്ട് പറയുന്നുണ്ട്, എന്തായാലും ആദർശ് കാണിച്ച പോലൊന്നും ഞാൻ ചെയ്തിട്ടില്ല, നിന്നോട് ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഇത്രയും ദിവസമായി നീ സത്യം പറഞ്ഞിട്ടും നീയുടെ ഒരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നവ്യയുടെ മനസ്സിലേക്ക് വീണ്ടും താൻ പരിശുദ്ധരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവങ്ങളൊക്കെ ആദർശിനോടും നയന പറയുന്നുണ്ട്. ആദർശ് പറയാണ്, അമ്മ എന്നെ വിളിച്ചിരുന്നു, കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. എന്തായാലും ഈ സംഭവങ്ങളൊന്നും ആരും അറിയാതിരിക്കുന്നത് വല്ലാത്ത കഷ്ടം തന്നെയാണ്. നിന്റെ അമ്മയോടും അച്ഛനോടെങ്കിലും പറയായിരുന്നു. വേണ്ട ആദർശേട്ടാ, ഇതൊന്നും വിളിച്ചു ചോദിക്കൊണ്ട് നടക്കേണ്ട കാര്യമില്ല, നമ്മൾ അറിഞ്ഞല്ലോ, അത് മതി. അബി എന്തെങ്കിലും കാണിക്കട്ടെ, അതെങ്ങനെ ശരിയാവും? അവന് ഒരു ബ്രാഞ്ചിന് ചുമതല കൊടുക്കാൻ പോവല്ലേ, അവന് ആ കട കട്ടുമുടിപ്പിക്കും, എനിക്ക് ഉറപ്പാ. നയനെ പറയുന്നുണ്ട്, അത് പിന്നെ പറയണോ, എല്ലാ ദിവസവും അവിടുന്ന് ഓരോരോ സാധനങ്ങളായിരിക്കും കാണാതെ പോവാ, അത്രയ്ക്കുണ്ട് അവന്റെ കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. ആദർശ് പറയാണ്, ശരിയാ നീ പറഞ്ഞത്. ആദർശ് പറയാണ്, എങ്കിലും അവനെ അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. കോഴിക്കോട് നിന്ന് ഒരു മാനേജർ ഉണ്ട് അവിടുത്തെ ഷോപ്പിലെ, ആ മാനേജറെ ഞാൻ ഏർപ്പാടാക്കാം അവന്റെ കടയിലേക്ക്. എന്തായാലും മുത്തച്ഛൻ വാക്ക് പറഞ്ഞു പോയതല്ലേ, അതുകൊണ്ട് ഇനി മാറ്റാൻ പറ്റില്ലല്ലോ. എന്തായാലും ആ കടയിലേക്ക് അവനെ പോസ്റ്റ് ചെയ്യണം, അതോടുകൂടി നവ്യയുടെ പരാതി തീരുവല്ലോ എന്ന് ആദർശ് പറയുന്നുണ്ട്. ശരിയാ, കാര്യങ്ങളൊന്നും അറിയാതെയാ എന്റെ നവ്യേച്ചി അവന് വേണ്ടി ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്നത്. ഒന്നും നവ്യേച്ചിക്ക് അറിയില്ലല്ലോ ആദർശേട്ടാ, പറഞ്ഞിട്ട് എന്താ പ്രയോജനം? അത് ശരിയാ നീ പറഞ്ഞത്, അവക്ക് സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ, പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. നയന പറയാണ്, നാളെ ചന്തമോളെയും കൂട്ടി ഒന്ന് അനഘയെ കാണാൻ പോണം. നീ ഈ ആഴ്ച പോയതല്ലേ, സാരയില്ല, പാവം അവളുടെ അമ്മയെ കാണുമെന്ന് അവക്ക് ആഗ്രഹം കാണില്ലേ, അതുപോലെ തന്നെ അനഘയുടെ മനസ്സിലും തന്റെ മോൾ എന്തെടുക്കായിരിക്കും, തന്റെ മോൾ എങ്ങനെ കാണുമെന്നൊക്കെ ഒരു ആഗ്രഹം കാണുമല്ലോ. പാവത്തിന് ഒന്നും പറയാനോ ഒന്ന് കാണിക്കാൻ പോലും പറ്റാതെ അവിടെ കിടക്കല്ലേ എന്ന് ചോദിക്കാണ്. ആ ശരിയാ, എന്തായാലും നീ പോയിട്ട് വാ. എങ്കിൽ പിന്നെ ഇന്ന് തന്നെ ഉച്ചയ്ക്ക് പോയിക്കോടെ. ഇനിയിപ്പോ കുറച്ച് വർക്കുണ്ട് ആദർശേട്ടാ, അത് കഴിയട്ടെ. പിന്നെ ഇന്ന് നല്ല ടയേർഡാ, വീട്ടിലേക്ക് പോകണം, കുറച്ച് റെസ്റ്റ് എടുക്കണം. പിന്നെ ചന്തമോളുടെ കാത്തിരിക്കായിരിക്കുമല്ലോ. പിന്നെ ആദർശേട്ടാ, അന്ന് ഞാന് നവ്യച്ചിന്റെ കുഞ്ഞിനെടുത്തപ്പോ എന്നോട് സമ്മതിച്ചില്ല എടുക്കാനായിട്ട്, എന്നെ വഴക്ക് പറഞ്ഞു. നവ്യ വഴക്ക് പറഞ്ഞു, എന്തിനാ? അത് പിന്നെ എന്റെ മോനെ എടുക്കണ്ട, നിനക്ക് ചന്തമോളെ എടുക്കാനുണ്ടല്ലോ, എപ്പോഴും ഒന്നും വന്ന് നീ എന്റെ കുഞ്ഞിനെടുക്കാറില്ല അളിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് കുറെ വഴക്ക് പറഞ്ഞു. ഞാനപ്പോ എന്തൊക്കെയോ അവിടുന്ന് പറഞ്ഞു. പിന്നെ ചേച്ചിയുടെ സ്ഥാനത്ത് ആരാണെങ്കിലും അങ്ങനല്ലേ പറയുള്ളൂ, അതുകൊണ്ട് എനിക്കൊന്നും പറയാൻ പറ്റിയില്ല. ചന്തമോളാണെങ്കിലും അബിയുടെ കുഞ്ഞല്ലേ, എങ്കിലും നമ്മൾ അവളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. പക്ഷെ ചേച്ചിക്ക് അറിയില്ലല്ലോ ആ സ്വന്തം ഭർത്താവിന്റെ കുഞ്ഞാണെന്ന്. പിന്നെ ചേച്ചിയുടെ കുഞ്ഞിനെ ഞാൻ എടുക്കുന്നില്ലെന്ന് ലാളിക്കൽ എന്നൊക്കെ പറയണ ചേച്ചിക്ക് പരാതി. ഞാൻ എടുക്കാറും ലാളിക്കാറും ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും ചേച്ചി കാണുന്നില്ലാത്തോണ്ടല്ലേ. പിന്നെ ഇപ്പൊ പാലൊഴിക്കുന്ന കുഞ്ഞായണ്ട അധികം അവന്റെ അടുത്തേക്ക് ശ്രദ്ധ ചെലുത്താത്തത്. പക്ഷെ അതൊക്കെ ഇപ്പോ ചേച്ചി വേറൊരു കണ്ണിലാ കാണുന്നേ. ആദർശ് പറയുന്നുണ്ട്, നീ എന്തായാലും ആനന്ദ പത്മനാഭനെ വേണം കൂടുതലായിട്ട് കെയർ ചെയ്യാൻ. നവിയുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ പിന്നെ അത് നീ കുറയ്ക്കാൻ പാടില്ല, നന്നായിട്ട് തന്നെ കുഞ്ഞിനെ നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ നോക്കുന്നുണ്ട് ആദർശേട്ടാ, ചേച്ചിക്ക് പക്ഷേ അത് തോന്നാത്തതാ എന്നും പറഞ്ഞ് നയന പറയുന്നുണ്ട് കേട്ടോ. ശരിയാണ്, എനിക്കും അങ്ങനെ തോന്നി. സ്വന്തം ചേച്ചിയുടെ മകനാണല്ലോ ആനന്ദ പത്മനാഭൻ. നവ്യ ഒന്ന് പ്രസവിച്ചു കിടന്നപ്പോ പോലും നയന പോയി ആ വീട്ടിൽ നിന്നിട്ടില്ല. പ്രസവം കഴിഞ്ഞപ്പോ പോലും ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ നയന നേരെ ആദർശിലൂടെ അനന്തപുരിലേക്ക് വരായിരുന്നു. കാരണം ചന്തമോളെ നോക്കണമല്ലോ. എവിടുന്നോ കിട്ടിയ ഒരു കുഞ്ഞിനെ നോക്കി വളർത്താനാണ് നമ്മുടെ നയനയ്ക്ക് ഏറ്റവും പ്രിയം. സ്വന്തം ചേച്ചി പ്രസവിച്ചിട്ട് പോലും അവളുടെ അരിക്ക് ഒരു ദിവസം നിൽക്കാനോ അവളെ ഒന്ന് നോക്കാനോ പോലും അവക്ക് താല്പര്യമില്ലായിരുന്നു. ചന്തമോളെ കിട്ടിയ പിന്നെ ഡ്രസ്സും
കളിപ്പാട്ടങ്ങളെല്ലാം മേടിച്ചുകൊണ്ടുവന്ന് ചന്തമോളെ ഊട്ടാനും ഉണ്ണിക്കാനുമാണ് ഉറക്കാനൊക്കെയാണ് നമ്മുടെ നായനയ്ക്ക് വലിയ താല്പര്യം. പക്ഷേ നമ്മുടെ അനന്തപത്മനാഭൻ, അതായത് നമ്മുടെ നവ്യയുടെ സ്വന്തം മോനാണല്ലോ, സ്വന്തം ചേച്ചിയുടെ മോൻ, ആ മോനെ നിന്ന് എടുക്കാൻ പോലും നായനയ്ക്ക് സമയമില്ല കേട്ടോ. ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ചെയ്യണേ. അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കാണ് നമ്മുടെ നയന. ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം നയന ചന്തുമോളെയും കൂട്ടിയിട്ട് അനഘനെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ വീട്ടിലേക്ക് പോകുന്നതാണ്. നവി ചോദിക്കാണ്, നിനക്ക് നാണം എന്ന് പറഞ്ഞ സാധനം വഴിയെ പോയിട്ടില്ലല്ലേ? സ്വന്തം ഭർത്താവിന്റെ അവിഹിതത്തിലുണ്ടായ കുഞ്ഞിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന കണ്ടില്ലേ? ഭർത്താവിന്റെ മുൻ കാമുകിയെ കാണിക്കാൻ. ചേച്ചി, ഇതിന്റെയൊക്കെ മറുപടി ഞാൻ കുറെ തവണ പറഞ്ഞിട്ടുള്ളതാ. ഇതൊരു പിഞ്ചു കുഞ്ഞല്ലേ, ഇതിനോട് ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ മനസ്സ് തരുന്നു? 5 വയസ്സല്ലേ ഉള്ളൂ ഇതിന്റെ അമ്മയെ കാണുമെന്ന് ഇതിന് ആഗ്രഹം കാണില്ലേ? അത് നമുക്ക് ചെയ്തു കൊടുക്കണ്ടേ എന്ന് ചോദിക്കാണ്. വേണം ചെയ്തു കൊടുക്കണം. ചെല്ലിയല്ലേ, ഓടിച്ചെല്ല്. എന്നിട്ട് നിന്റെ ഭർത്താവ് അവസാനം അവളെ കൊണ്ട് പോകാതിരുന്നാ കൊള്ളാം. പഴയ കാമുകിയാണല്ലോ, ആ ഒരു അറ്റാച്ച്മെന്റ് ഇപ്പോഴും മനസ്സിൽ കാണുമല്ലോ. അവൾ എങ്ങാണം കോമാ എണീച്ചാലേ നേരെ ഇങ്ങോട്ടായിരിക്കും വരിക, അവളുടെ ഭർത്താവിനെയും കാമുകനെയും അവളുടെ കൊച്ചിനെയും കാണാനായിട്ട്. അങ്ങനെ വരുമ്പോഴേ അവളുടെ കാമുകനെയും കൊച്ചിനെയും കൊണ്ട് അങ്ങ് പോയിക്കോളും. നീ വഴിയാതരായിട്ട് കിടക്കുകയും ചെയ്യാം. പിന്നെ നിന്റെ അമ്മായിമ്മയ്ക്ക് ഇപ്പൊ തന്നെ സ്നേഹം ഉള്ളതുകൊണ്ട് നിനക്ക് നിങ്ങൾ നക്കാപ്പിച്ച് തരുമായിരിക്കും എന്നും പറഞ്ഞ് നവ്യെ കളിയാക്കുകയും വഴക്കുറക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നവീച്ചി എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം എനിക്കതിനുള്ള സമയമില്ല. ഞാനേ ചന്തമോളെ കൊണ്ട് കാണിച്ചിട്ട് വരട്ടെ, അതിനുശേഷം എനിക്ക് നേരെ ഓഫീസിലേക്ക് പോകേണ്ടതാ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് നയന ചന്തമോളെയും കൂട്ടി നേരെ അനഘയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. പതിവ് പോലെ കുഞ്ഞിനെ കൊണ്ട് കാണിക്കുകയും വിശേഷം തിരക്കൊക്കെ ചെയ്യാണ്. ഈ സമയത്ത് ആ സെർവന്റ് പറയുന്നുണ്ട്, മോളുടെ കൈ ഇന്നലെ ചെറുതായിട്ട് നനങ്ങീന്ന്. ഇത് കേൾക്കുമ്പോഴേക്കും നയനയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. നിങ്ങൾ എന്തായി പറഞ്ഞേ, കൈ അനങ്ങിന്നോ? അതെ മേഡം, ഇന്നലെ കൈ അനങ്ങി. എനിക്കും കണ്ടപ്പം അത്ഭുതമായിട്ട് തോന്നി. നിങ്ങളെ കാര്യം ആരോടെങ്കിലും പറഞ്ഞോ? അയ്യോ ഇല്ല മേഡം, പറഞ്ഞില്ല. പിന്നെ ആരോടും പറയണ്ട. മുത്തശ്ശനോ ഞാനോ ആദർശേട്ടനോ ഞങ്ങൾ 3 പേരല്ലാതെ മറ്റാരും ഒന്ന് ചോദിച്ചാലും ഒരു ഇമ്പ്രൂവ്മെന്റ് ഇല്ലെന്നേ പറയാവുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതെനിക്ക് മനസ്സിലായി മേഡം. ആ കുട്ടിക്ക് എന്തൊക്കെയോ ജീവന് ഭീഷണി ഉണ്ടെന്നൊക്കെ എന്നോട് സാറ് പറഞ്ഞിരുന്നു. മൂർത്തി സാറ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മോളോടോ ആദർശനോടോ സാറിനോടെ പറയാനുള്ളതെന്ന് സാറ് പറഞ്ഞിരുന്നു. അതാ മോള് വന്നോടനെ ഞാൻ പറഞ്ഞെന്ന് പറയുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിലേ പറഞ്ഞാൽ മതി, നമുക്ക് ഒന്നുകൂടി ഡോക്ടറെ വിളിക്കാം എന്ന് പറയുന്നുണ്ട്. മൂർത്തി സാറ് വിളിച്ചിരുന്നു, സംസാരിക്കുകയും കാണുകയൊക്കെ ചെയ്തു, കാണിപ്പിക്കുകയും ചെയ്തു മേഡം. കുഴപ്പമൊന്നുമില്ല, മരുന്നൊക്കെ മുടങ്ങാതെ കൊടുക്കുന്നുണ്ട് എന്ന് പറയാണ്. എന്തെങ്കിലുമൊക്കെ ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെങ്കിലേ ആ കൊച്ചിന്റെയും ഈ കുഞ്ഞിനെയും പ്രാർത്ഥനയാ. ഈ കുഞ്ഞിനെ കാണണമെന്നും ലാളിക്കണമെന്നും സ്വന്തം അമ്മയ്ക്ക് മനസ്സിൽ തോന്നുമല്ലോ. ഒന്നും വയ്യാത്ത അവസ്ഥയില് ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ ഈ പാവം കിടക്കല്ലേ. എനിക്കും ഇപ്പൊ എന്റെ സ്വന്തം മോളെ പോലെ തന്നെയാ. ശമ്പളത്തിന് നിൽക്കുകയാണെങ്കിലും എന്റെ മനസ്സിലും ഈ കുട്ടിയുടെ അത്രയൊക്കെ താല്പര്യമുണ്ടെന്ന് പറയുന്നുണ്ട്. ചേച്ചിയുടെ മനസ്സും നല്ല മനസ്സാ, അതുകൊണ്ടാ അങ്ങനെയൊക്കെ തോന്നുന്നേ എന്നും പറഞ്ഞിട്ട് ചന്തമോളയും കൂട്ടി നയന അവിടുന്ന് പോകുന്നുണ്ട്. നമ്മുടെ അനഘയുടെ കണ്ണീന്ന് കണ്ണുനീര് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അവൾ അപ്പോഴും ആ ഒരു കൈ അനക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പതിയെ അനഘയ്ക്ക് ജീവിതത്തിലേക്ക് തിരിച്ചുള്ള ചെറിയ ചാൻസ് ഒക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ അന്ന് രാത്രിയാവാണ്. അപ്പോഴേക്കും അനഘയ്ക്ക് സ്വബോധം തിരിച്ചു വരുന്നുണ്ട്. അതുപോലെ തന്നെ അവളുടെ കാലും കൈയും ഒക്കെ അനക്കുന്നുണ്ട്. അവൾ പതിയെ അനക്ക് നോക്കാൻ കേട്ടോ. ഈ സമയത്ത് ആ ജോലിക്കാരി ഉറക്കായിരിക്കും. അവൾ പതിയെ എഴുന്നേറ്റിരിക്കുകയാണ്. അനഘ ഓർക്കാണ്, ഈശ്വര എനിക്ക് എന്താ സംഭവിച്ചേ, ഞാൻ എഴുന്നേറ്റിരുന്നല്ലോ. ഇത്രയും ദിവസങ്ങളായിട്ട് ഞാൻ കോമ സ്റ്റേജിലായിരുന്നു, ഒരിക്കലും ഉണരില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. പക്ഷേ എന്റെ കൈയും കാലും ഒക്കെ ചലിക്കുന്നുണ്ടല്ലോ. ഈശ്വര ഇതിന് സ്വപ്നമല്ലോ ആണോ എന്നൊക്കെ പറഞ്ഞ് അവൾ നുള്ളി നോക്കാണ്. അല്ല, സ്വപ്നമല്ല, ഇത് യാഥാർത്ഥ്യമാണ് എന്ന് പറഞ്ഞ് അനഘയ്ക്ക് വല്ലാതെ സന്തോഷമാകുന്നുണ്ട്. അനഘ ഓർക്കാണ്, ഈ സംഭവം കാണും അബിയോ അവന്റെ കൂട്ടുകാരോ അവന്റെ റൗഡികളോ ആരെങ്കിലും അറിഞ്ഞ എന്നെ വെച്ചേക്കില്ല. അന്ന് മൂർത്തി സാറോട് കാര്യങ്ങൾ പറയാൻ പോയപ്പോഴാണല്ലോ അവൻ എന്നെ കൊല്ലാൻ നോക്കിയത്. അതുപോലെ അവൻ എന്നെ കൊല്ലും. അതുകൊണ്ട് ഈ സംഭവം ആരും അറിയണ്ട, ഈ ചേച്ചി പോലും അറിയണ്ട. രാവിലെ എനിക്ക് നേരെ അനന്തപുരിലേക്ക് പോണം, ആരും അറിയാതെ. അവയൊട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് വേണം അവനിട്ട് അടി കൊടുക്കാൻ എന്നനകം മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവള് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് കിടന്നുറങ്ങുന്നുണ്ട്. നാളെ എന്റെ ചന്തമോളെ കാണാലോ. ചന്തമോൾ ഇത്രയും കാലം പൊന്നുപോലെ നോക്കിയ ആ നയനയ്ക്കും ആദർശനും ഒക്കെ ഒരുപാട് നന്ദി പറയണം. ആ മുത്തശ്ശനൊക്കെ ഒരുപാട് നന്ദി പറയണം. എന്തായാലും ഞാൻ ഉയർത്തെഴുന്നേറ്റല്ലോ, അത് മതി. എന്റെ അസുഖമൊക്കെ എന്തായാലും കുറഞ്ഞു കാണും. ഞാൻ ഇനി എന്റെ മോളെയും കൊണ്ട് പോകും എന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് അനഘ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അനഘ രാവിലെ ആവുന്നുണ്ട്. ഈ സമയത്ത് എഴുന്നേറ്റിട്ട് ആ സ്ത്രീയോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്.
സ്ത്രീക്കാണല്ലേ അത്ഭുതമാണ് കേട്ടോ. ഇത്രയും ദിവസവും കോമാസ്റ്റേജിൽ കിടന്നാലേ ഒരിക്കലും ഉണരില്ലെന്ന് ഓർത്തല്ലേ. അപ്പോഴേക്കും കിടന്നുകൊണ്ട് തന്നെയാണ് ഇവര് പറയുന്നുണ്ട് എനിക്ക് ചുറ്റും എന്തായാലും എന്നെ ചതിച്ച ആളുടെ കണ്ണുകളുണ്ട്. അതുകൊണ്ട് ഞാനിപ്പോ എഴുന്നേറ്റതായിട്ട് പോലും അറിയണ്ട. ഇവിടെ എന്തെങ്കിലുമൊക്കെ സെറ്റിങ് ചെയ്ത് മറ്റൊരു വേഷത്തിൽ വേണം ഞാൻ പുറത്തേക്ക് പോവാൻ എന്ന് പറയുന്നുണ്ട്. മോള് വിഷമിക്കണ്ട മോളെ, അതൊക്കെ ഞാൻ ഏറ്റു എന്ന് ആ ഒരു സ്ത്രീയും പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ കട്ടിലിൽ തന്നെ അനങ്ങാതെ കിടക്കാണ്. റൗഡികൾ വന്ന് ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കുമ്പോഴും അനങ്ങാതെ തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഇവര് വന്ന് ഒളിഞ്ഞു നോക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ അനഘ കാണുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ പുറത്തേക്ക് ആ ജോലിക്കാർ സ്ത്രീ പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവര് ഫർദ ഇട്ടുകൊണ്ടാണ് അകത്തേക്ക് കയറി വരുന്നത്. ഫർദയും മുഖംമൂടിയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നോണ്ട് തന്നെ ഈ നിൽക്കുന്ന റൗഡികൾക്ക് മറ്റേതോ ഒരു മുസ്ലിം സ്ത്രീയാണ് കാണാൻ വരുന്നതെന്നാണ് ഓർക്കുന്നത് കേട്ടോ. അപ്പൊ മറ്റേ കൊണ്ട് ചോദിക്കാണ്, അല്ല ഇവരാരെ കാണാൻ വരുന്നത്? ഒരു മുസ്ലിം സ്ത്രീ ആണല്ലോ, അവളുടെ ഏതെങ്കിലും കൂട്ടുകാരിലായിരിക്കും എന്നിവര് പറയുന്നുണ്ട് പരസ്പരം. ശേഷം ഫർദ ഇട്ടുകൊണ്ട് തന്നെ അകത്തേക്ക് ആ സ്ത്രീ കയറി പോകുന്നുണ്ട്. അങ്ങനെ കയറി പോയതിനു ശേഷം ഈ ജനലും കഥയെല്ലാം അടച്ചിട്ട് അനഘേനെ ആ ഡ്രസ്സൊക്കെ ഇടിക്കുന്നുണ്ട്. അതിനുശേഷം കട്ടിലയില് പുതച്ചു മൂടി ആ ജനലൊക്കെ അടച്ച് ഇങ്ങനെ അനഘ കിടക്കുന്ന സ്ഥാനത്ത് ആ ജോലിക്കാർ കിടക്കുന്നുണ്ട് കേട്ടോ. അതേ സമയത്ത് തന്നെ ആ ഫർദയും മഫ്തി ഇട്ടുകൊണ്ട് നമ്മുടെ അനഘയാണെങ്കിൽ മുഖവും മൂടിക്കൊണ്ട് അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഒരു ടാക്സി വിളിച്ച് അതിൽ കയറി പോവാണ്. അപ്പോഴേക്കും അവർ നോക്കുമ്പോഴും അകത്തേക്ക് ഇപ്പൊ കയറിപ്പോയ സ്ത്രീ തന്നെ പുറത്തേക്ക് പോയെന്നാണ് കേട്ടോ ഓർക്കുന്നത്. എന്തായാലും വാടാ നമുക്ക് ജനലിൽ കൂടെ നോക്കിട്ടില്ലാന്ന് പറഞ്ഞ് ഇവര് ജനലിൽ കൂടെ നോക്കാൻ പോകുമ്പോൾ ജനൽ അടഞ്ഞിടക്കാണ്. അങ്ങനെ ഒരു കുറെ ശ്രമിച്ച് ചെറിയൊരു ഓട്ട വഴിയൊക്കെ നോക്കുമ്പോഴേക്കും കാട്ടിലേൽ അനഘ കിടക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ആ ജോലിക്കാരി അവിടെ പുറത്തിപ്പോ മൂടി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ റൗഡികൾ വിചാരിക്കുന്നത് അത് അനഘയാണെന്നാണ്. അതുകൊണ്ട് തന്നെ അവരും വലിയ കാര്യമാക്കുന്നില്ല. അങ്ങനെ അവർ വീണ്ടും അവിടെ കാവൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേ സമയത്ത് തന്നെ അനന്തപുരിയിൽ എല്ലാവരും ഉണ്ടായിരിക്കും. ഇങ്ങനെ ചന്തമോളുടെ കാര്യവും പറഞ്ഞ് നവീനാനിയായിട്ട് ചെറിയ ഉരസലും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഇങ്ങനെ ആദർശിനെ കുറ്റപ്പെടുത്തലും പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. ഒരു അവധി ദിവസം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഓഫീസിലേക്ക് പോവാതെ എല്ലാവരും വീട്ടിൽ തന്നെ കാണും. അങ്ങനെ ആരും പ്രതീക്ഷിക്കാതെ ഫർദയും മക്കനെയും മുഖംമൂടിയൊക്കെ ഇട്ടുകൊണ്ട് അനഘ അനന്തപുരിയിലേക്ക് കയറി വരുന്നുണ്ട്. അഭിയും കാണുന്നുണ്ടോ കയറി വരുന്നത്. ഇത് ആരാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. വന്ന പാടെ മുത്തശ്ശൻ ചോദിക്കാണ്, അല്ല ആരാ, എന്ത് വേണം എന്ന് ചോദിക്കുന്നുണ്ട്. എന്നെ നിങ്ങൾ അറിയുന്നു പറഞ്ഞിട്ട് അവൾ ആ മുഖംമൂടി എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് കണ്ട പാടെ അഭിയാണ് കേട്ടോ ആദ്യം ഞെട്ടി എഴുന്നേക്കുന്നത്. കൂടെ എല്ലാവരും ചാടി ഇരുന്നേക്കാണ്. ഇതെന്താ ഈ കാണുന്നത്, സത്യം തന്നെയാണെന്ന് ഓർത്ത് എല്ലാവരും ചാടിച്ചടി ഇരുന്നേക്കാണ്. അപ്പോഴേക്കും അനഘ പറയുന്നുണ്ട്, സത്യം തന്നെയാണ്, ഞാൻ അനഘ തന്നെയാണ് എന്ന് പറയുമ്പോഴേക്കും ചന്തമോൾ ഓടിപ്പോയി അമ്മയെന്നും പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അനഘയാണെങ്കിലോ ചന്തമോളെ കോരിയെടുത്ത് 1000 ഉമ്മയും കൊടുത്ത് മോളെ എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അനഘയുടെ കണ്ണീന്നൊക്കെ കണ്ണുനീർ വരാം കേട്ടോ ചന്തമോളുടെ. രണ്ടുപേരും പരസ്പരം ഒരുപാട് നേരം കെട്ടിപ്പിടിക്കുകയും ഉമ്മ കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇത് കണ്ട് ആകെപ്പാടെ വിറങ്ങലിച്ച് നിൽക്കാണ് നമ്മുടെ അബി. ആദർശ് നായനെയും പരസ്പരം നോക്കുന്നുണ്ട്. ഈശ്വര, അടുത്ത നിലയ്ക്ക് സംഭവിക്കാൻ പോവാ. നവ്യക്ക് ഇതുവരെ സംഭവങ്ങളൊന്നും അറിയില്ലല്ലോ, ഇപ്പൊ തരം നവിയെല്ലാം അറിയുമല്ലോ. അതോർത്ത് പേടിച്ച് നിൽക്കാണ് ആദർശ് നായനെയും മുത്തശ്ശനും ഒക്കെ. മുത്തശ്ശൻ ചോദിക്കാണ്, അനഘേ നീ എപ്പോഴാ റിക്കവർ ആയത്? ഞാനൊന്നും അറിഞ്ഞില്ലെന്ന് പറയുമ്പോ, ഇന്നലെ രാത്രി തന്നെ ഞാൻ റിക്കവർ ആയി മുത്തശ്ശ. പക്ഷെങ്കിൽ ഞാൻ അങ്ങനെ ആയിന്നറിഞ്ഞാൽ ഇന്ന് രാവിലെ ഇവിടെ വരാൻ ഞാൻ ഉണ്ടാവില്ലായിരുന്നു. രാത്രി തന്നെ എന്നെ അവസാനിപ്പിച്ചേനെ എന്ന് പറയുമ്പോഴേക്കും ജലജ ചോദിക്കാണ്, നിന്നെ ആരവസാനിപ്പിക്കാനാടി? നിന്റെ കാമുകനല്ലേ ഇവിടെ നിൽക്കുന്നത്? കാമുകനും കൊച്ചിനെയൊക്കെ എല്ലാം ഏറ്റെടുത്തല്ലോ, പിന്നെ നിനക്ക് എന്ത് വേണം എന്ന് ചോദിക്കാണ്. ഏതാ എന്റെ കാമുകൻ ആന്റി പറഞ്ഞെന്ന് ചോദിക്കുമ്പോ, ഈ നിൽക്കുന്ന ആദർശ് അല്ലാണ്ട് ആരാ എന്ന് പറയുമ്പം അനഘ പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും തെറ്റി, അല്ലെങ്കിൽ എല്ലാവരെയും മനഃപൂർവ്വം തെറ്റിദ്ധരിപ്പിച്ചു, അതായിരിക്കും സത്യം എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ അനഘയെ വേണ്ട എന്ന് പറയുമ്പം, ഇല്ല മുത്തശ്ശ, കാര്യങ്ങളെല്ലാം എനിക്കറിയാം. ഈ നവിയുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങളെല്ലാം മറച്ചു വെച്ചതെന്ന് ചോദിക്കുമ്പോ നവി ചോദിക്കാണ്, മറച്ചു വെച്ചെന്നോ? എന്ത്? ഞാൻ പറയാൻ സത്യം എന്താണെന്ന്. എന്നെ ചതിച്ച് 5 വർഷം മുമ്പ് എന്റെ വയറ്റിൽ കുഞ്ഞിൽ നിന്ന് എന്നെ പഠിച്ചിട്ട് പോയത് വേറെ ആരുമല്ല, നിന്റെ ഭർത്താവ് അഭിയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നവ്യ ഞെട്ടി വിറച്ച് നിൽക്കാണ്. നീ എന്തൊക്കെയാ പറഞ്ഞെന്ന് ചോദിക്കുന്നുണ്ട്. നവ്യെ, എനിക്ക് കള്ളം പറഞ്ഞ കാര്യമില്ല, ഇത്രയും ദിവസവും ഞാൻ കോമാ സ്റ്റേജിലായിരുന്നു. അതെ നവ്യെ, ഞാൻ പറഞ്ഞത് സത്യമാണ്. അല്ലെങ്കിൽ ദാ ഈ നയനയോടും ആദർശനോടൊക്കെ ചോദിച്ചു നോക്ക്, അവർക്കറിയാം സത്യങ്ങൾ. മൂർത്തി സാറിനും അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും എല്ലാ സത്യങ്ങളും അറിയാം എന്നൊക്കെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, ദാ ആദർശന്റെ അമ്മയ്ക്കും സത്യങ്ങളെല്ലാം അറിയാം എന്ന് പറയുന്നുണ്ട് കേട്ടോ.
ഇത് കേട്ട പാടെ നവ്യ അബിയുടെ അടുത്തേക്ക് പോയിട്ട് ചോദിക്കുകയാണ്, സത്യമാണോ ഈ പറഞ്ഞത്? ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണെന്ന് ചോദിക്കുന്നുണ്ട്. നവ്യെ, എനിക്കറിയില്ല, ഇതൊക്കെ ഇവര് പറഞ്ഞുണ്ടാക്കുന്ന കള്ളത്തരങ്ങളാണ് എന്ന് പറയുമ്പോഴേക്കും അനഘ ചോദിക്കാണ്, നവ്യെ, നിനക്ക് ചിന്തിക്കാലോ, ഇത്രയും ദിവസം ഞാൻ കോമാ സ്റ്റേജിലായിരുന്നു. 5 വർഷത്തോളം എന്റെ മകളെയും കൊണ്ട് ഞാൻ ഉണ്ടായിരുന്നില്ല. കാരണം ഇവൻ എന്നെ 5 വർഷം മുമ്പ് ചതിച്ചതാ. ഈ കുഞ്ഞിനെ ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോൾ അവന് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടാ ഞാനൊന്ന് പോയത്. ഒരിക്കലും ഞാൻ തിരികെ വരില്ലായിരുന്നു. എന്റെ അസുഖം കാരണം ഞാൻ മരണപ്പെടാറായ സമയമായപ്പോഴാണ് കുഞ്ഞിനെ അവന്റെ അച്ഛനെ ഏൽപ്പിക്കാനായിട്ട് വന്നത്. അവസാന നിമിഷം ദാ ഈ മൂർത്തി സാറിനെ വിളിച്ച് കാര്യങ്ങളെല്ലാം ഞാൻ പറയാൻ ഒരുങ്ങിയതാ. ആ സെക്കൻഡിൽ തന്നെ എന്നെ ഇവന്റെ ഗുണ്ടകൾ വന്ന് വാ പൊത്തിപ്പിടിച്ച് എന്നെ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു. അങ്ങനാണ് അബോധാവസ്ഥയില് ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയത്. അവിടെ വെച്ചാണ് മരിച്ചെന്ന് പറഞ്ഞ് എല്ലാരും അടക്കാൻ കൊണ്ടുപോയത്. അവിടെ നിന്നും പുനർജനിച്ച് ഞാൻ വന്നതാ. വേറെതിനു വേണ്ടിയിട്ടല്ല നവ്യെ, ഈ സത്യങ്ങൾ ഈ ലോകത്തോട് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് ദൈവം എനിക്ക് ജീവൻ ബാക്കിയിട്ടെ എന്ന് പറയുന്നുണ്ട്. നവ്യപ്പിലേക്കും വന്ന് മുത്തച്ഛനോട് ചോദിക്കാണ്, മുത്തച്ഛന് കള്ളം പറയില്ലെന്ന് ഞാൻ വിചാരിച്ചേ, മുത്തച്ഛനെങ്കിലും ഒരു സത്യം പറയണം. പറ മുത്തച്ഛ, അബിയാണോ ഈ ചെന്നമോളുടെ അച്ഛൻ എന്ന് ചോദിക്കാണ്. അത് പിന്നെ നവ്യ മോളെ, അതെ അബി തന്നെയാ അവന്റെ അച്ഛൻ, സോറി ചെന്നമോളുടെ അച്ഛൻ. പിന്നെ എന്തുകൊണ്ടാ ആരും എന്നോട് പറയാൻ ഞാൻ ചോദിക്കുകയാണ് നവ്യ. വേറൊന്നും കൊണ്ടല്ല, മോൾ അറിഞ്ഞാൽ മോൾ ആകപ്പാടെ തകർന്നു പോവില്ലേ? മോള് കുഞ്ഞിനെയും കൊണ്ട് വന്നതല്ലേ ഉള്ളൂ. സന്തോഷമായിട്ട് അബി സ്നേഹിക്കുന്ന സന്തോഷത്തിലായിരുന്നില്ല മോള്. ആ സന്തോഷം തല്ലിക്കെടുത്താനാണ് ഞങ്ങൾ കരുതി. ആദ്യം ദേവ്യാനിയൊന്നും ആദർശിനെ വിശ്വസിച്ചില്ല. പക്ഷേ ഞങ്ങൾ DNA ടെസ്റ്റ് എടുപ്പിച്ചു. ആ DNA ടെസ്റ്റ് വന്ന പിന്നെയാണ് ഞങ്ങൾ വിശ്വസിച്ചതെന്ന് മുത്തച്ഛൻ പറയുന്നുണ്ട്. അനഘ പറയാണ്, അതെ, എന്റെ വീട്ടിലുണ്ടായിരുന്ന എന്റെ ഫോൺ സഹിതം എല്ലാ തെളിവുകളും ഇവൻ നശിപ്പിച്ചതാ. എന്തായാലും എനിക്കറിയായിരുന്നു ദൈവം ഒരു തെളിവെങ്കിലും ബാക്കി എടുക്കുമല്ലോ. അതാ എന്റെ മോള്. DNA ടെസ്റ്റ് എടുത്താലേ ഇതാണ് അച്ഛനുള്ള സത്യത ഈ ലോകം മുഴുവൻ അറിയുമല്ലോ എന്നൊക്കെ അനഘ പറയുന്നുണ്ട്. ഞാൻ എന്തായാലും നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനോ മറ്റൊന്നിനു വേണ്ടി വന്നല്ല. ഇവൻ കാരണം ഇവിടെ എല്ലാവരും ജീവിതം നശിച്ചിരിക്കുകയാണെന്നും എല്ലാവരും ആകെപ്പാടെ സങ്കടത്തിലാണെന്നും ഈ നിരപരാധിയായ ആദർശിനെ എല്ലാവരും കൂടി ക്രൂശിക്കുകയാണെന്നും എനിക്കറിയാം. അത് പറയാനിട്ടാ ഞാൻ വന്നത്. അല്ലെങ്കിൽ രാത്രി തന്നെ ഞാൻ എന്റെ മോളെയും കൊണ്ട് എങ്ങോട്ടെങ്കിലും നാളോട്ട് പോയനെന്ന് അനഘ പറയുന്നുണ്ട്. അവിടെ കിടന്ന് ഓരോ നിമിഷവും എപ്പോഴെങ്കിലും വന്ന് ഇവരെന്നെ കൊല്ലുന്നോർത്ത് തന്നെയാ ഞാൻ ഇരുന്നത്. നിങ്ങൾക്കറിയാ മുത്തു സാറേ, ഒരു ദിവസം ഇവൻ വന്ന് എന്റെ കൊങ്ങായ്ക്ക് പിടിച്ചു. എന്നെ കൊല്ലാൻ വരെ നോക്കി. ഞാൻ കോമാസ്റ്ററിൽ കിടന്ന സമയത്ത് പോലും. അതൊന്നും ആരും അറിഞ്ഞില്ല. ഇവൻ അത്രയ്ക്ക് ദുഷ്ടനാ. നബിയെ, നീ സൂക്ഷിച്ചോ. നിന്നെയും നിന്റെ മകനെ ഇപ്പം ഇവൻ കാണുന്ന സ്നേഹമൊന്നുമേ യാഥാർത്ഥ്യമല്ല. നിന്നെയും കൊല്ലും, നിന്റെ കുഞ്ഞിനെയും ഇവന് കൊല്ലും. അത്രയ്ക്ക് ക്രൂരനായവൻ എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന നമ്മുടെ നബിയ സങ്കടം താങ്ങാനാവാതെ ബോധം കിട്ട് തല ഇറങ്ങി താഴെ വീഴുന്നുണ്ട്. എല്ലാവരും ഓടി വന്ന് അവളെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയും സെറ്റിൽ കൊണ്ട് ഇരുത്തൊക്കെ ചെയ്യുന്നുണ്ട്. വെള്ളം തിളപ്പിച്ച് എല്ലാരും വെള്ളം ഇങ്ങനെ മുഖത്ത് തളിച്ച് അവളെ ഉണർത്താണ്. അനഘ വന്നിട്ട് പറയുന്നുണ്ട്, നവി, നിന്നെ വിഷമിപ്പിക്കാണ്ടല്ലേ ഞാൻ വന്നത്. ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് ഞാൻ കയറി വരുത്തുമില്ല. കാരണം ഇവനെപ്പോലെ ഒരുത്തനെ എനിക്ക് വേണ്ട. അവൻ നിന്റെ കാര്യത്തിൽ താലി കെട്ടിയ നിന്റെ ഭർത്താവാണ്. അതുകൊണ്ട് മാത്രമാണ് നീ സഹിച്ച് അവനോട് നിൽക്കുന്നതൊക്കെ എനിക്കറിയാം. അതിന് തടസ്സമാവാനൊന്നും ഒരിക്കലും ഞാൻ വരില്ല. എനിക്ക് വേണ്ടത് എന്റെ മകളെയാണ്. മകളെയും കൊണ്ട് ഞാൻ പോവാണ് എന്ന് അനഘ പറയുന്നുണ്ട്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, അനഘെ, അത് മാത്രം പറയരുത്. ചന്ദമോളാണ് ഞങ്ങളുടെ വീടിന്റെ ഇപ്പോഴത്തെ തുടിപ്പ്. അവളെ സ്വന്തം മകളെ പോലെ ഞങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞെന്ന് പറയുമ്പോൾ അനഘ പറയാണ്, നയന, നിന്റെ സ്നേഹമൊക്കെ എനിക്ക് മനസ്സിലാവും. കോമാ സ്റ്റേജിൽ ഞാൻ കിടന്ന സമയത്ത് നീ എന്റെ മോളെ പൊന്നുപോലെ നോക്കിയെന്നും എനിക്കറിയാം. എന്റെ മോളെയും കൊണ്ടൊന്ന് ഓരോ തവണ കാണിക്കുമ്പോഴും എനിക്കതറിയായിരുന്നു. പക്ഷെങ്കിൽ എന്തൊക്കെ പറഞ്ഞാലും ഞാനൊരു അമ്മയല്ലേ, ഇതെന്റെ സ്വന്തം മകളല്ലേ. എന്റെ മകളെ ഞാൻ എന്റെ കൂടെ വളർത്തുന്നല്ലേ നല്ലത് എന്ന് ചോദിക്കാണ്. എന്തായാലും അവക്കൊരു അച്ഛനുമുണ്ട്, അമ്മയുണ്ട്. പിന്നെ നിങ്ങൾ അവളെ ഏറ്റെടുക്കുന്ന കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോഴേക്കും നയന പറയുന്നുണ്ട്, അത് പിന്നെ അവളെ ഞാൻ എന്റെ സ്വന്തം മകളെ പോലെ എന്ന് പറയുമ്പോൾ അനഘ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. പോയതിനു ശേഷം ഡീറ്റെയിലായിട്ട് ഒരു ചെക്കപ്പ് നടത്തണം. അല്ല, ഇനിയും എനിക്ക് ആയുസ് കുറവാണെന്ന് തോന്നിയാലേ മോളെ ഞാൻ ഇങ്ങോട്ടേക്ക് തന്നെ കൊണ്ടുവരും. അതല്ല, ആയുസ് കുറച്ച് നീട്ടിത്തരുമെന്ന് തോന്നിയാലേ ഞാൻ എന്റെ മോളെ കൊണ്ട് അങ്ങ് പോകും എന്ന് പറയുന്നുണ്ട്. ദയവ് ചെയ്ത് ആരും എന്നെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. എനിക്ക് അന്ന് അങ്ങനെ അബദ്ധം സംഭവിച്ചു പോയി. ഇവനെ ഞാൻ പ്രണയിച്ചു പോയി. ആ പ്രണയത്തിന് എനിക്ക് കിട്ടിയ സമ്മാനാണ് എന്റെ മകള്. ഒരിക്കലും ഇവനെ ബുദ്ധിമുട്ടിക്കരുതെന്ന് ഞാൻ കരുതിയതാ. അവസാന നിമിഷം ആരുമില്ലാതൊരു അനാഥയെ പോലെ എന്റെ കുഞ്ഞ് നിൽക്കേണ്ടി വരില്ലോ എന്ന് ഓർത്തപ്പോ അതുകൊണ്ട് മാത്രമാണ് അച്ഛനെ ഏൽപ്പിക്കാന്ന് കരുതി ഞാൻ വന്നത്. പക്ഷെ സ്വന്തം മകളെ പോലും ഒന്ന് തിരിഞ്ഞു വല്ലതും നോക്കാതെ
എന്റെ മകളല്ലെന്ന് പറഞ്ഞ് വല്ലവന്റെ മകളാക്കി ഇവന്റെ കൂടെയൊന്നും എന്റെ കുഞ്ഞിനെ നിർത്തുന്നില്ല. ഇനി ഞാൻ മരിച്ചു പോവാണെങ്കിലും നയന, ആദർശേ, നിങ്ങൾ വേണം എന്റെ മകളെ വളർത്താനെന്ന് അവൾ പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ട് എല്ലാവരും ഒന്ന് സ്തബ്ധരായി നിൽക്കുന്നുണ്ട് കേട്ടോ. രസമയത്ത് തന്നെ അഭി എന്ത് ചെയ്യണമെന്നറിയാൻ തലകുണിച്ച് നിൽക്കാണ്. ജലജയാണെങ്കിൽ ഇത്രയും ദിവസവും ദേവേനെ കുറ്റപ്പെടുത്തുകയായിരുന്നല്ലോ. ഇപ്പം തന്റെ മകനാണ് തെറ്റിയെന്ന് അറിഞ്ഞ് ആകെപ്പാടെ ചമ്മി നാണം കിട്ട് നിൽക്കാണ്. അനാമികയ്ക്കും ജാനകിക്കും ഒക്കെ ഇതൊരു വലിയ ഷോക്കായിരുന്നു. കാരണം അവരൊക്കെ ആയിരുന്നല്ലോ അറിയാതിരുന്നത്. അതുകൊണ്ട് തന്നെ ആദർശിനെ കുറ്റപ്പെടുത്തിയിരുന്ന അവർക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. മുത്തശ്ശൻ പറയുന്നുണ്ട്, അനഘ പേടിക്കണ്ട, എന്തായാലും ചെക്കപ്പ് ചെയ്യാനായിട്ട് ഇവിടുത്തെ വണ്ടിയിൽ പോയാൽ മതി. നയനമോളെ, മോളും കൂടെ ചെല്ല് എന്ന് പറയുന്നുണ്ട്. ടെസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇങ്ങോട്ടേക്ക് എന്നെ തിരികെ വന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഇവിടുന്ന് ആലോചിക്കാമെന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അനഘ പറയാണ്, അതൊന്നും വേണ്ട മുത്തശ്ശ, ഞാൻ ഇങ്ങോട്ടേക്ക് വരില്ല. അത് നവിയുടെ ജീവിതത്തിനെ ബാധിക്കും. എന്തൊക്കെ പറഞ്ഞാലും അഭി ഇപ്പോ നവിയുടെ ഭർത്താവാണ്, കുഞ്ഞിന്റെ അച്ഛനാണ്. അതുകൊണ്ട് അവക്ക് അവനെ കളയാൻ പറ്റില്ലല്ലോ. പക്ഷെ എനിക്ക് അവന്റെ ആവശ്യമില്ല. ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കാ ജീവിച്ചത്, അതുപോലെ തന്നെ അങ്ങോട്ട് ഞാൻ ജീവിക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അനഘേനെയും കൂട്ടി നയനെ അവിടുന്ന് പോകുന്നുണ്ട്. ഈ സമയത്ത് നവി പറയാണ്, മുത്തശ്ശ, ഞാൻ ഇവിടെ നിൽക്കേണ്ട ആവശ്യമില്ല, എനിക്ക് അതിന്റെ കാര്യമില്ല. ആ അനഘയാണ് എന്നെക്കാളും മുമ്പ് ഇവന്റെ കുഞ്ഞിനെ വയറ്റിലേറ്റത്. അവളാണ് ആ കുഞ്ഞിനെ ആദ്യം പ്രസവിച്ചത്. അതുകൊണ്ട് എന്നെക്കാളും അവകാശം കൂടുതൽ അനഘയ്ക്ക് തന്നെയാ. അതുകൊണ്ട് ഞാൻ എന്റെ മോനും ഇവിടെ നിൽക്കുന്നില്ല, ഞങ്ങൾ പോവാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ദേവേനി പറയാണ്, മോളെ അത് ചെയ്യരുത്. കാരണം അനഘ പറഞ്ഞല്ലോ, അവൾ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിന് ഒരു തടസ്സമാവില്ല. അവക്ക് അഭിന് ഒരു തുള്ളി പോലും അംഗീകരിക്കാനാവില്ല. നവി പറയുന്നുണ്ട്, ഇവനെ പോലെ ഒരു ശകത്താനെ ആർക്കാ അമ്മയെ അനുവദിക്കാനാവുക? അതുകൊണ്ട് തന്നെ എനിക്ക് ഇവനെ വേണ്ട എന്ന് നവി പറയുമ്പോ മുത്തശ്ശി പറയാണ്, അവൻ 5 വർഷം മുമ്പ് ചെയ്ത തെറ്റല്ലേ മോളെ, അത് ക്ഷമിച്ചൂടെ എന്ന് ചോദിക്കുമ്പോ, ശരിയാ മുത്തശ്ശി, ക്ഷമിക്കായിരുന്നു. 5 വർഷം മുമ്പ് ചെയ്ത് തെറ്റാണെങ്കിൽ അതെന്നോട് തുറന്നു പറയായിരുന്നു. പക്ഷെങ്കിൽ അവൻ ചെയ്യാത്തതുപോലെ എന്തുമാത്രം എന്നെ അഭിനയിച്ചത്. എന്നെയും എന്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ അവൻ അഭിനയിച്ച് തകർക്കല്ലായിരുന്നോ? ആദർശയുടെ നിരപരാധിയായ ആദർശയുടെ പോലും അവൻ എന്തൊക്കെ പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്യുകയും എല്ലാവരും മുമ്പിൽ നാണം കെടുത്തിയില്ലേ? ഓരോ ദിവസവും എനിക്ക് വേണ്ടി നയനെയും ആദർശനും ഒക്കെ എല്ലാവരും കൂടി ഒരുങ്ങുമായിരുന്നു. അപ്പൊ പോലും ഒന്നും അറിയാത്തതിനെ പോലെ, ഒന്നും സംഭവിക്കാത്തതിനെ പോലെ എന്ത് സന്തോഷത്തോടെയാ, എന്ത് എല്ലാവരും പറ്റിച്ചുകൊണ്ട് ചിരിക്കല്ലായിരുന്നു അവൻ. അവനെ വിശ്വസിച്ച് ഞാൻ ഇനി കൂടെ ജീവിക്കണോ? വേണ്ട മുത്തശ്ശി, അവള് പറഞ്ഞ പോലെ എന്റെയും എന്റെ മോന്റെ ജീവന് പോലും ഇവൻ ആപത്താ. അതുകൊണ്ട് തന്നെ എനിക്കിവരോട് ജീവിക്കണ്ട എന്ന് പറയുന്നുണ്ട്. മോളെ, ഒന്നുകൂടി തീരുമാനിച്ചിട്ട് പോരെ എന്ന് ചോദിക്കുമ്പം മുത്തശ്ശൻ പറയാണ്, നവ്യേ, നീ എന്ത് തീരുമാനിച്ചാലും ഞങ്ങൾ അതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കും. പക്ഷേ ആലോചിച്ച് മാത്രം തീരുമാനിക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നവ്യ പറയാണ്, ചന്ദമോളുടെ ജീവനും എന്റെ ജീവനും അതുപോലെ തന്നെ എന്റെ അനന്തപത്മനാഥന്റെ ജീവനും ഇവരാണ് ഈ നാശം. ഇവരാണ് ഞങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായിട്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മുത്തശ്ശ, ഇവിടെ അഭി ഉണ്ടാകാൻ പാടില്ലെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ജലജ ചോദിക്കാണ്, നീ എന്താ നവി പറഞ്ഞത്? അവൻ നിന്റെ ഭർത്താവല്ലേ, അവനോടെ പോവാനാ? ഹോഹോ, അവനെ ഒരാണാണല്ലോ, ഇത്രയും പ്രായമായല്ലോ, തണ്ടും തടിയുണ്ടല്ലോ, പോയി ജോലി ചെയ്ത് ജീവിക്കട്ടെ പുറത്തേക്ക്. മുത്തശ്ശ, എന്റെ തീരുമാനത്തെ നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ എന്റെ തീരുമാനം അതാ. അഭി ഒരു നിമിഷം പോലും ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അവന്റെ മുഖം പോലും എനിക്ക് കാണണ്ട. അടിച്ച് പുറത്താകും മുത്തശ്ശ അവനെ എന്ന് പറയുന്നുണ്ട്. എന്റെ കൊച്ചിന് ഇങ്ങനെ ഒരു അച്ഛനെ വേണ്ട എന്നും പറഞ്ഞ് നവ്യ കുഞ്ഞിനെ കൊണ്ട് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. മുത്തശ്ശനാണെങ്കിലോ, നവ്യ പറഞ്ഞത് കേട്ടല്ലോ, അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല. ആദർശേ, അനി അവനെ അടിച്ച് പുറത്താക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആദർശും അനിയും കൂടിയിട്ട് അവിയെ തൊടാൻ വരുമ്പോഴേക്കും അവയെ പറയുന്നുണ്ട്, വേണ്ട വേണ്ട, ആരും തൊടണ്ട, ഞാൻ പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് അവനിടുന്ന് ഇറങ്ങിപ്പോവാണ്. ജലജയാണെങ്കിലും പുറകെ പോയി മോനെ മോനെ വിളിക്കുന്നുണ്ട്. മുത്തശ്ശി പറയുന്നുണ്ട്, പോണെങ്കിലേ നിനക്കും കൂടെ പോകാൻ ഇറങ്ങി. നിന്നെ നിന്റെ മകനെയൊക്കെ സ്വന്തം മക്കളെ പോലെ ഞങ്ങൾ വളർത്തിയത്. ഒന്നും എന്നിട്ട് ഒന്നും മനസ്സിലാക്കാതെ, ഒന്നും ഓർക്കാതെ നീക്കങ്ങ് സുഖിക്കല്ലായിരുന്നോ? അവനോ എത്ര ഭയങ്കരമുള്ള ജീവിതമാണ് നശിപ്പിച്ചത്. എന്നിട്ട് ഒന്നും അറിയാത്ത ആദർശ നിലയില് ഇത്രയും കാലം കുറ്റമാണ് നടന്നില്ലേ? എന്നിട്ട് പോലും അവന് തുറന്നു പറയാൻ തോന്നിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിയും അവളെ കുറെ വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിയെ അവസാനം അവരെല്ലാരും കൂടി ഇറക്കിവിടാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ അബിക്ക് ആകെപ്പാടെ മനസ്സിൽ പ്രതികാരമായിരിക്കും കേട്ടോ. അങ്ങനെ പ്രതികാരം കിട്ടാനായിട്ട് നമ്മുടെ അബി തിരികെ വരുന്നൊക്കെയുണ്ട്. അതിന്റെയൊക്കെ സ്റ്റോറീസ് അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.